സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി എഡിറ്ററായി പ്രസിദ്ധീകരിച്ച കുരുന്നെഴുത്തുകൾ എന്ന പാഠപുസ്തകത്തിൽ പോത്താങ്കണ്ടം ഗവൺമെൻറ് യു പി സ്കൂളിലെ 2 കുട്ടികളുടെ രചനകൾ ഇടം പിടിച്ചത് സ്കൂളിനും അഭിമാനമായി. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി എഡിറ്ററായി പ്രസിദ്ധീകരിച്ച കുരുന്നെഴുത്തുകൾ എന്ന പാഠപുസ്തകത്തിൽ പോത്താങ്കണ്ടം ഗവൺമെൻറ് യു പി സ്കൂളിലെ 2 കുട്ടികളുടെ രചനകൾ ഇടം പിടിച്ചത് സ്കൂളിനും അഭിമാനമായി. സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിയായ അഹാന സുരേഷിൻ്റെ വല്ലാത്തൊരു ശ്വാസം മുട്ട് എന്ന ഡയറി കുറിപ്പും പി ആരവിൻ്റെ ഡയറി കുറിപ്പുമാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കുരുന്നെഴുത്തുകൾ എന്ന പുസ്തകത്തിൽ ഉൾപ്പെട്ടത്. ആമിയുടെ കുട്ടിക്കവിതകൾ എന്ന പുസ്തകം സ്കൂളിൽ വെച്ച് മുൻപ് പ്രകാശനം ചെയ്തിരുന്നു. പഞ്ചായത്ത് അംഗം പി സുഗന്ധിയാണ് പ്രകാശനം നിർവഹിച്ചത്. പയ്യന്നൂർ എ ടി വി ജ്യോതിബാസവും കുട്ടികളെ അനുമോദിച്ചിരുന്നു. 1-ാം ക്ലാസ് അധ്യാപിക മായ ടീച്ചറുടെ പ്രോത്സാഹനവും സ്കൂൾ എച്ച് എം മനോജ് മാസ്റ്റർ, അറബി അധ്യാപകൻ യാസർ എന്നിവരുടെയും സ്കൂൾ PTA-യുടെയും സഹായവും പ്രോത്സാഹനവും ഇതിന് പിൻബലമേകി. സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ 1-ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഡയറി കുറിപ്പുകളുടെ ഒരു സമാഹാരം കുരുന്നെഴുത്തുകൾ എന്ന പേരിൽ പ്രകാശിപ്പിച്ചത്. ആ സമാഹാരത്തിൽ നമ്മുടെ സ്കൂളിലെ 2 വിദ്യാർത്ഥികളുടെ, അതൊരു അപൂർവതയാണ്, 2 വിദ്യാർത്ഥികളുടെ കുറിപ്പുകൾ, ഡയറി കുറിപ്പുകൾ, അത് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെയും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുടെയും കുറിപ്പുകളോടൊപ്പമാണ് ഈ 2 ഡയറി കുറിപ്പുകളും പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിലൊന്ന് ആരവ് PP ആണ്, അഹാന സുരേഷാണ്. ഈ 2 കുട്ടികളുടെയും ഡയറി കുറിപ്പുകൾ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഈ പുസ്തകത്തിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായിട്ടുണ്ട്. ആ കുട്ടികളെ ഇതോടൊപ്പം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ സ്കൂളിൻ്റെ അക്കാദമിക പ്രവർത്തനങ്ങൾ വരും വർഷങ്ങളിലും ശക്തമായി തന്നെ തുടരും എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ കുരുന്നെഴുത്തുകൾ എന്ന പുസ്തകത്തിൽ നമ്മുടെ പോത്താങ്കണ്ടം സ്കൂളിലെ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 മിടുക്കൻ കുട്ടികളുടെ ഡയറി കുറിപ്പുകൾ ഉൾപ്പെട്ടിരിക്കുകയാണ്. അഹാന സുരേഷും ആരവ് PP-യുമാണ് ആ മിടുക്കന്മാരായ 2 കുട്ടികൾ. ഇതിൽ പ്രത്യേകം എനിക്ക് സന്തോഷം നൽകുന്ന കാര്യം, നമ്മുടെ അഹാന സുരേഷ് അറബി കൂടി അറബി പഠിക്കുകയും ഏറ്റവും നല്ല രൂപത്തിൽ പരീക്ഷയിൽ മാർക്ക് വാങ്ങി വിജയം നേടുകയും ചെയ്ത ഒരു മകളാണ് എന്നുള്ളതും അങ്ങേയറ്റം സന്തോഷം നൽകുന്ന കാര്യമാണ്. 2 പേർക്കും പ്രത്യേകം വിജയാശംസകൾ നേരുന്നു. ഇനിയും ജീവിതത്തിൽ ഒരുപാട് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ ഈ 2 മക്കൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തുടർച്ചയായ 2-ാം തവണയാണ് 1-ാം ക്ലാസ് കുട്ടികളുടെ ഡയറി കുറിപ്പുകൾ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പുസ്തകത്തിൽ ഉൾപ്പെടുന്നതെന്നും മായ ടീച്ചർ പറഞ്ഞു. നമസ്കാരം. പോത്താങ്കണ്ടം ഗവൺമെൻറ് യു പി സ്കൂളിലെ 1-ാം ക്ലാസ്സിലെ ക്ലാസ് അധ്യാപികയായ ഞാൻ ഇന്ന് ഏറെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണുള്ളത്. കേരളത്തിലെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി എഡിറ്ററായി 1-ാം ക്ലാസ്സിലെ കുട്ടികളുടെ സംയുക്ത ഡയറി കുറിപ്പുകൾ കുരുന്നെഴുത്ത് എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അതിൽ നമ്മുടെ സ്കൂളിലെ മിടുക്കരായ അഹാന സുരേഷും ആരവ് PP-യും ഉൾപ്പെട്ടിരിക്കുന്നു. തുടർച്ചയായി 2-ാം വർഷമാണ് നമ്മുടെ സ്കൂള് വിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന ഈ ഡയറി കുറിപ്പിൽ ഇടം പിടിക്കുന്നത്. അനുഭവ തീവ്രത കൊണ്ടും ലളിതമായ വാക്കുകൾ കൊണ്ടും നമ്മളെ ഈറനണിയിച്ച 2 ഡയറി കുറിപ്പുകൾ തന്നെയാണ് അഹാനയുടെയും ആരവിൻ്റെയും. ഡയറി കുറിപ്പുകൾ മാത്രമല്ല, ദിനപത്രങ്ങളും ബാലപ്രസിദ്ധീകരണങ്ങളും എല്ലാം അനായാസമായി കൈകാര്യം ചെയ്യാൻ ഈ 2 മിടുക്കർക്കും സാധിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ വളരട്ടെ, നിഷ്കളങ്കമായ വാക്കുകൾ കൊണ്ടും ഭാവനകൾ കൊണ്ടും നമ്മളെ വിസ്മയിപ്പിച്ചിട്ട്. 1-ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും എൻ്റെ ആശംസകൾ. അധ്യാപകരുടെയും അച്ഛനമ്മമാരുടെയും സഹായമാണ് ഇങ്ങനെ എഴുതാൻ കഴിഞ്ഞതെന്ന് ആരവും അഹാനയും സാക്ഷ്യപ്പെടുത്തി. ഞാൻ അഹാന. ഞാൻ GUP സ്കൂൾ പോത്താങ്കണ്ടത്തിലാണ് പഠിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ കുഞ്ഞെഴുത്തു എന്ന പുസ്തകത്തിൽ എന്നെ കൂടി പരിഗണിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്ക് ഡയറി എഴുതാനും വായിക്കാനും പ്രചോദനം നൽകിയത് അച്ഛനും അമ്മയും എൻ്റെ ക്ലാസ് ടീച്ചറായ മായ ടീച്ചറും എനിക്ക് നല്ല പ്രോത്സാഹനം തന്നിട്ടുണ്ട്. ഞാൻ അതുപോലെ കുട്ടിക്കവിതകൾ എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്.
ഞാൻ സ്കൂളിൽ അറബി കൂടി പഠിക്കുന്നുണ്ട്. അതിന് എൻ്റെ യാസിർ മാഷ് നല്ല പ്രോത്സാഹനം തരാറുണ്ട്. സന്തോഷം പങ്കിടുന്ന വേളയിൽ സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് ആലവ് PP. ഞാൻ പഠിക്കുന്ന പോത്താങ്കണ്ട സ്കൂളിൽ. ഞാൻ സ്കൂളിലേക്ക് എപ്പോഴും ഡയറി എഴുതി കൊണ്ടുപോകലുണ്ട്. സർഗ ചുമലിലേക്ക് ടീച്ചർ ഡയറി എഴുതണം പറഞ്ഞു. അപ്പോഴാണ് അച്ഛന്റെ കാര്യം എനിക്ക് ഓർമ്മ വന്നത്. സ്കൂളിലേക്ക് ഡയറി എഴുതുന്നുണ്ട്. ഡയറി എല്ലാ ദിവസവും ആരവ് ഡയറി എഴുതാറുണ്ട്. അങ്ങനെ ഒരു സർഗ ചുമലിലേക്ക് എന്നുള്ള ഒരു പരിപാടിയിലേക്ക് ആരവ് അന്ന് അച്ഛന്റെ കാര്യം എഴുതി. അത് മായ ടീച്ചർ വഴി വിദ്യാഭ്യാസ മന്ത്രി കണ്ടു. അത് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിളിച്ചു, നമ്മളെയും വിളിച്ചു, സ്കൂളിലേക്കും എല്ലാവരെയും വിളിച്ചു അഭിനന്ദിച്ചു. പഠനത്തിനൊപ്പം തന്നെ വിവിധ കലാ സാഹിത്യ മത്സരവേദികളിലെയും സജീവ സാന്നിധ്യം കൂടിയാണ് അഹാന സുരേഷ്. സ്കൂളിലെ കുട്ടികളുടെ നിഷ്കളങ്കമായ ചിന്തകളും ഭാവനകളും അനുഭവങ്ങളും കോർത്തിണക്കി കുട്ടികളുടെ കാഴ്ചപ്പാടുകളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഇടകലർത്തിയുള്ള വാക്കുകളുടെ വർണ്ണചിത്രങ്ങളാക്കി മാറ്റിയിട്ടുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ കുരുന്നെഴുത്തുകൾ എന്ന പുസ്തകം. അമ്മ അതെന്നും എടുത്തു മാറ്റുന്നത്. അസദൻ സിംഹം, ബൈത്തൻ വീട്, തമിറൻ ഈത്തപ്പഴം, ഷമിലബൻ ചെന്നായ, ലീലു കാഫ് കാക്കീക്കു, ഭീമ് മാം. ഗൃഹപ്രവേശം, വിവാഹം, ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്. മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം, സ്റ്റീൽ, പ്ലാസ്റ്റിക്, ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.